അൽഹംദുലില്ലാഹ് നമ്മുടെ ഈ 2024 മീലാദ് നബി പരിപാടി നമ്മുടെ നാട്ടുകാർ, ദീനീ പ്രവർത്തകർ എല്ലാവരും നമ്മുടെ മഹല്ല് ഒന്നടങ്കം ഒത്തൊരുമിച്ച് നിന്നപ്പോൾ അൽഹംദുലില്ലാഹ് സന്തോഷത്തിലാക്കിയെടുക്കാൻ കഴിഞ്ഞു. ആ സന്തോഷം നിങ്ങളുമായി പങ്കുവെക്കാൻ ഈ വേദി ഞാൻ ഉപയോഗപ്പെടുത്താൻ ഭയങ്കര സന്തോഷം. നമ്മൾ ഒരാൾക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷം എന്ന് പറഞ്ഞാൽ ഇതാണ്. അല്ലാഹു തആല ഈ ഒരു ഒത്തൊരുമയും ഈ ഒരു സൗഹൃദവും എന്നും നമ്മുടെ നാട്ടിൽ അല്ലാഹു തആല നിലനിർത്തി തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. മാത്രമല്ല, നമ്മുടെ നാട്ടിലെ ചെറുപ്പക്കാർ, നമ്മുടെ നാട്ടിൽ ദീനി സ്നേഹികളായ ആളുകൾ എല്ലാം കൊണ്ടും കൂടെ നിന്നോ അൽഹംദുലില്ലാഹ് അർഹമായ പ്രതിഫലം അല്ലാഹു തആല അനുഗ്രഹിക്കട്ടെ. ഇതൊന്നും പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷങ്ങളാണ്. റബീഉൽ അവ്വൽ 12 നേരം വെളുത്ത് സുബഹി മുതൽ നമ്മുടെ റാലിയിൽ പങ്കെടുത്ത് മൗലീദ് പങ്കെടുത്ത് അത് കഴിഞ്ഞ് പതാക ഉയർത്തി ഒരുമിച്ചുകൂടി അതിനുശേഷം ഓരോ നാട്ടിലെത്തുമ്പോൾ ഇവിടുന്ന് നമ്മുടെ ഈ തുടക്കം മുതൽ ബീപി പടിയിലെത്തിയപ്പോ അവിടുത്തെ സ്വാഗതം ചെയ്തുകൊണ്ട് ഫ്ലക്സ്, മറ്റുള്ളവർക്ക് അവരിൽ നിന്ന് സ്വീകരണം, അത് കഴിഞ്ഞ് നമ്മൾ ആ ഭാഗത്ത് നിന്ന് തെക്കേ കടമെത്തിയപ്പോ ആലസ്യം പടിയിലെത്തിയപ്പോ എല്ലാവരും, അത് കഴിഞ്ഞ് നമ്മൾ ബീപിപ്പെടുന്ന ഭാസ്കർ പടിയിലെത്തിയപ്പോ അൽഹംദുലില്ലാഹ് എനിക്ക് തോന്നുന്ന ആ സമാപനത്തിന്റെ സമയത്തൊക്കെ ഒരുമിച്ച് കൂടി ആളുകൾ എത്രമാനം അറിയും. നമ്മളൊക്കെ കണക്കില്ലാത്ത ആളുകൾ ഒത്തൊരുമയുടെ മീലാദ് നബി പരിപാടിയിൽ നമ്മളെല്ലാവരും ഇറങ്ങിയപ്പോ അൽഹംദുലില്ലാഹ് നമ്മുടെ നാട്ടുകാർ മുഴുവനും കൂടെയുണ്ട് എന്നുള്ളൊരു സന്തോഷം അതിൽ നിന്ന് വരികയാണ്. മാത്രമല്ല, നമ്മുടെ ഇപ്രാവശ്യം നമ്മുടെ മക്കള് 198 കുട്ടികൾ പല രൂപത്തിൽ പല കോലത്തില് 9 ടീമുകളിലായിട്ട് അണിനിരുന്നപ്പോ 10ാമത്തെ ഒരു ടീം, അതൊക്കെ എടുത്തു പറയേണ്ട കാര്യം. ഞാൻ എന്നെ കണ്ട ആളുകളൊക്കെ ഞാൻ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്, അഭിനന്ദിച്ചിട്ടുണ്ട്. 9 ടീം നമ്മുടെ മക്കൾ അണിനിരുന്നപ്പോ 10 എന്ന ലക്കത്തിൽ റൗണ്ട് ചെയ്തിട്ട് നമ്മൾ ആ ബാസ്കറ്റ് ബോൾ ഭാഗത്തുള്ള ആ ഒരു ടീം സത്യം പറഞ്ഞാൽ നമ്മുടെ തെക്കൻ ഭാഗം മഹലിൽ ഉലകമണിച്ചുകൊണ്ട് നമ്മൾ കടന്നുപോയത് അല്ലേ? അങ്ങനെ തന്നെയല്ലേ? 2024 നമ്മുടെ നബിദിന പരിപാടി എല്ലാം കൊണ്ടും ഓർത്തു വെക്കാൻ പറ്റിയ ഒരു റാലി കൂടിയായിരുന്നു. എല്ലാം കൊണ്ട് ഓർത്തു വെക്കാൻ പറ്റിയ റാലി. കാരണം എന്താ? അതിന് നമ്മുടെ ചെറുപ്പക്കാരെ കച്ചകെട്ടി ഇറങ്ങിയെന്ന് നമുക്ക് പറയാം. അവര് രാത്രി ജോലിയൊക്കെ കഴിഞ്ഞ് അങ്ങനെയല്ലേ നമ്മള് അല്ലേ? അങ്ങനല്ലേ? ജോലിയൊക്കെ കഴിഞ്ഞ് ഒരുമിച്ച് കൂടിയിട്ട് അവര് ഒരു പാത്രത്തിന്റെ ഇറങ്ങിയാണ്. ആ കളി മന്ത്രി റാലിയിൽ കളിക്കാൻ അൽഹംദുലില്ലാഹ് നമ്മുടെ നാട്ടുകാർ ആരും നിരാശാക്കിയിട്ടില്ല. എനിക്ക് തോന്നുന്നത് ഈ നമ്മുടെ തെക്കൻ ഭാഗത്തുള്ള ഒട്ടുമിക്ക ആൾക്കാരുടെ സ്റ്റാറ്റസ് അതിനായിരുന്നു. അങ്ങനെ തന്നെയല്ലേ? അതൊക്കെ തന്നെയാണ് വലിയ സന്തോഷം. നമ്മളങ്ങോട്ട് ഇറങ്ങിയപ്പോ, നമ്മുടെ നാട്ടിലെ ചെറുപ്പക്കാരൻ ഇറങ്ങിയപ്പോ ഏറ്റെടുക്കാനും അത് കണ്ട് സന്തോഷിക്കാനും നമ്മുടെ നാട്ടുകാരെന്നും കൂടുണ്ട്. ഇൻഷാ അല്ലാഹ് വരും. ഇതൊരു നല്ല തുടക്കമാവട്ടെ. ഇത് അല്ലാഹു നല്ല തുടക്കാക്കി തരട്ടെ. ഇത് കണ്ടിട്ട് എത്ര ആള് പറഞ്ഞു അറിയുന്നത് ഇത്രത്തോളം ഇഷ്ടമാകുന്ന നമ്മളോട് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാവും പറഞ്ഞിട്ടില്ലേ? പറഞ്ഞിട്ടുണ്ട്. കാരണം അടുത്ത പോലെ ഞങ്ങളുണ്ട് എന്ന് പറഞ്ഞ എത്ര ആൾക്കാരുണ്ട്. കാരണം ഇതിന് തുടക്കം വിളിച്ചത് നിങ്ങളാണ്. അൽഹംദുലില്ലാഹ് വരും കാലങ്ങളിൽ ഇതിനേക്കാളും ഭംഗിയായിട്ട് ആളുകൾ ഉണ്ടാവട്ടെ. അതിനൊക്കെ പടച്ചറബ് ഹൈറായ നല്ല മാർഗങ്ങൾ അല്ലാഹു തആല കാണിച്ചു തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അത് നമ്മൾ കുറെ മുമ്പിലായിരുന്നു. പിന്നെ വീഡിയോ ആയിട്ടാണ് നമ്മളധികം കണ്ടിട്ടുള്ളത്. ഭയങ്കര ഉഷാറായി വരും. സന്ദീപയുടെ സഹോദരൻ അല്ലെ? ഉഷാറായിട്ട് അതൊക്കെ ആൾക്ക് ഭയങ്കര സന്തോഷം. നമ്മൾ വേദി കയറിയിട്ട് ആദ്യം കെട്ടിപ്പിടിച്ചപ്പോ രണ്ടാമത് സ്വസ്ഥായി ഞാൻ ഒന്നും കൂടി കെട്ടിപ്പിടിച്ചോണ്ട് ഞാൻ പറഞ്ഞു കഴിയുന്ന വരെ കെട്ടിപ്പിടിച്ചു, കുഴപ്പമില്ല, എത്ര ആണെങ്കിൽ കെട്ടിപ്പിടിച്ചോളൂ എന്നാണ് അയാളെ സന്തോഷം. അങ്ങനെ അൽഹംദുലില്ലാഹ് നമ്മുടെ നാട് അങ്ങനെയാണ്. എല്ലാവരോടും സ്നേഹത്തിലും സന്തോഷത്തിലും നമ്മൾ അങ്ങോട്ട് എങ്ങനെയാ പെരുമാറുന്നത്. എല്ലാവരും നമ്മുടെ നാട്ടുകാരെല്ലാവരും നമ്മുടെ കൂടെ ഉണ്ടാവും. അതിന് ഏറ്റവും വലിയൊരു തെളിവ് നമ്മുടെ ഈ നബിദിന പരിപാടി എന്ന് പറഞ്ഞാല് വിട്ടുപോകരുത്. ഈ ബന്ധങ്ങളൊന്നും നമ്മൾ നഷ്ടപ്പെടുത്തരുത്. നമ്മളെല്ലാവരും ചേർത്ത് പിടിക്കണം. ഒരു കാലത്ത് നമ്മളെ എല്ലാവരും ഈ റാലിയിലൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ കുറച്ച് ആൾക്കാർ ഒന്നുമില്ല. നമ്മളെല്ലാവരും ഉണ്ട്. എല്ലാവരും നാട്ടുകാരെല്ലാവരും ഒത്തൊരുമിച്ചിട്ടുണ്ട്. നമ്മുടെ റാലിയിലേക്ക് കടന്നു വന്നപ്പോ സംസ്ഥയുടെ മുന്നിൽ പിടിച്ച നമ്മളെ മുന്നിലേക്ക് കടന്നു വന്നപ്പോ പിന്നിൽ ഒരുപാട് തൊഫ്മുട്ടി വന്നപ്പോ അപ്പോ അതുപോലെ തന്നെ റാലിയിൽ സത്യം ഈ നാടിനെ കോരി ധരിപ്പിച്ചിട്ടുണ്ട്. നമ്മൾക്ക് ഉള്ളുകൊണ്ട് ഭയങ്കര സന്തോഷിച്ച സംഗതിയാണ്.
ഇൻഷാ അല്ലാഹ് ഇനിയും ഉണ്ടാവണം. ഇനി ഒരുപാട് നല്ല കാര്യങ്ങളൊക്കെ ചെയ്യാൻ അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. അതോടെ നമുക്ക് പറയാൻ കഴിയും, അല്ലാഹുവേ ആരൊക്കെയാണ് റഹ്മാനെ അന്നെ നൽകാൻ ദുആ ചെയ്യുന്നുണ്ട്. തങ്ങൾ ഉസ്താദുമാർക്ക് നിങ്ങളെ കൂടെ നിന്ന് ചെറുപ്പത്തിൽ ഒന്നും ചെയ്തു തരാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും മജ്‌ലിസിൽ നല്ല മജ്‌ലിസുകൾ നമ്മുടെ പള്ളിയിൽ ഉണ്ടാകുമ്പോൾ വേണ്ട പോലെ നമ്മൾ ദുആ ചെയ്യുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് ഓർമ്മയുള്ള കാലത്തോളം നമ്മുടെ ദുആയിലൊക്കെ അവരുണ്ടാവും. എല്ലാ കാര്യങ്ങളും അല്ലാഹു തആല സ്വീകരിക്കട്ടെ. എല്ലാവർക്കും ഖൈർ അല്ലാഹു തആല അനുഗ്രഹിക്കട്ടെ. മാത്രമല്ല നമ്മുടെ നാടുകളിൽ ഓരോ നാട്ടിൽ ചെന്നപ്പോ ഓരോരോ ഉമ്മമാര് സഹോദരിമാര് നമ്മുടെ മക്കൾക്ക് ഗർഭിണി കുട്ടികൾക്ക് അതുപോലെ തന്നെ സ്കൗട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ദൗത്യമാർഗങ്ങളും സാമ്പത്തികമായിട്ടൊക്കെ പിരിച്ചെടുത്തിട്ട് വേണ്ട പോലെ നമ്മുടെ മക്കളെ നമ്മുടെ പൂർവ്വജാതിയെ എല്ലാവരെയും പരിഗണിച്ചിട്ടുണ്ട്. നമ്മളെ കൊണ്ട് കഴിയുന്ന അവർക്കൊക്കെ വേണ്ടി ദുആ ചെയ്യാൻ ഇൻഷാ അല്ലാഹ് ചെയ്യുന്നുണ്ട്. എല്ലാം റബ്ബ് തആല സ്വീകരിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നമ്മുടെ ഈ മാലിന്യ കൂട്ടായ്മയും നമ്മുടെ ഈ മാലിന്യ ഒത്തൊരുമയും ഒരിക്കൽ കൂടി നമ്മൾ ഈ മാലിന്യ നിവാസികളെയും മറ്റുള്ളവരെയും അറിയിച്ചുകൊണ്ടാണ് നമ്മളെ എല്ലാ പരിപാടികളും തീർച്ചയും അതുപോലെ തന്നെ നമ്മളെ കുട്ടികളുടെ പരിപാടിയും ഘോഷയാത്രയും ഒക്കെ നല്ല രീതിയിൽ നമ്മൾ കൊണ്ടാടും. ഒരു മാതൃകാപരമായിട്ടുള്ള ഒരു പ്രവർത്തനം ആയിരുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഈ വർഷത്തെ 2024 ജന്മദിന വാർഷികം പരിപാടി വളരെ ഭംഗിയായി. ഞാൻ അതിലേക്ക് ഇറങ്ങിയിട്ടില്ല. എന്നിരുന്നാലും ഞാൻ ചോദിച്ചപ്പോൾ എങ്ങനെയൊക്കെയുണ്ട് പരിപാടി എന്ന് ചോദിച്ചപ്പോൾ തെക്കമ്പാട് മഹലിനെ സംബന്ധിച്ചാണ് ആർക്കും പറയാനുള്ളത്. വളരെ ഭംഗിയായിട്ട് നടത്തി എന്ന് എല്ലാവരും ഒരേ സ്വരത്തിൽ പറഞ്ഞു. അതിന് രംഗത്തിറങ്ങിയ ചെറുപ്പക്കാരും നിങ്ങളെല്ലാവർക്കും അല്ലാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കും.